ചേട്ടാ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ഒരു ഇന്റർവ്യൂ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ചേട്ടന് പറയാനുള്ളത്? പ്രേക്ഷകരടുത്ത് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വെള്ളനാടിൻ്റെ തന്നെ അഭിമാനമായ ഈ സാരംഗ് വ്ളോഗിനാണ്. ശരിക്കും എന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു, പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് സാരംഗിൽ നിന്ന് എന്നിലോട്ട് ചോദിച്ചത്. പിന്നെ വെള്ളനാടിൽ നിന്ന് തന്നെ എന്നെ രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ സാരംഗാണ്. അപ്പോൾ സാരംഗ് വ്ളോഗിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ സാരംഗിന് വ്ളോഗിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ സാരംഗും വെള്ളനാടിൻ്റെ നല്ലൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്, എഴുത്തുകാരനാണ്, പിന്നെ അഭിനേതാവാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഈ സാരംഗും. സാരംഗിന് ഒരുപാട് അവസരങ്ങൾ ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ ഈ വെള്ളനാടിലുള്ള എല്ലാവരോടും എനിക്ക് പറയേണ്ടതുള്ളത്, ശരിക്കും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സോഷ്യൽ മീഡിയ വഴിയും, അതായത് ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ, അങ്ങനെ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുന്നവരുണ്ട്, മെസ്സേജ് ഇടുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീണ്ടും പറയുകയാണ്, എൻ്റെ ശ്രുതി പുരാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു കോമഡി കഥാപാത്രമായിട്ട്, വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ശ്രുതി പുരാണം എന്ന് പറഞ്ഞ സിനിമ, അത് SS ജിഷ്ണുദേവ് തന്നെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അത് നിങ്ങൾ കാണണം, വിജയിപ്പിക്കണം. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.